നമസ്കാരം. ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ഇന്നുച്ചയോടെ 1:20 അപകടം. ക്ഷുഭിതനായി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകനെ തട്ടിമാറ്റി. പ്രവാസി യുവാവിന്റെ മുങ്ങിമരണം നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് SYS പ്രതിഷേധ ധർണ നടത്തി. +2 SSLC വിദ്യാഭ്യാസ കായിക ഇനങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു. ആമ്പല്ലൂർ ദേശീയപാതയിൽ മണലി പാലത്തിന് സമീപം നിർത്തിയിട്ട മിനി ലോറിക്ക് പിറകിൽ ടോറസ് ഇടിച്ച് അപകടം. കാർമൽ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി സ്മാരക സ്നേഹഭവനം സമർപ്പിച്ചു. പള്ളിക്കുന്ന് പാലപ്പിള്ളി റോഡ് തകർന്നു. അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല. വിശദമായ വാർത്തയിലേക്ക്. വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ മീൻചന്ത സ്റ്റോപ്പിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ഇന്നുച്ചയോടെ 1:20 അപകടം. ലോറി ഡ്രൈവർ തമിഴ്നാട് ഈറോഡ് സ്വദേശി അരുണാണ് മരിച്ചത്. സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ സഹചാരി സെന്റർ ആംബുലൻസ്, വാടാനപ്പള്ളി ആക്ട്സ്, ടോട്ടൽ കെയർ, മെക്സിക്കാന തുടങ്ങി ആംബുലൻസുകളിൽ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിലും എത്തിച്ചു. നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്ന ബസ്സിലും മരത്തിലും ഇടിക്കുകയായിരുന്നു. തൃപ്രയാറിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ക്രെയിൻ കൊണ്ട് ലോറിയും ബസ്സും മാറ്റിയാണ് വാഹന ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. ക്ഷുഭിതനായി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകനെ തട്ടിമാറ്റി. എന്റെ വഴി എന്റെ അവകാശമാണ്. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. രാമനിലയത്തിൽ നിന്നും ഇറങ്ങി വന്ന സുരേഷ് ഗോപിയോട് പ്രതികരണം ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകനെ തള്ളിമാറ്റി. രാവിലെയുണ്ടായ പ്രതികരണത്തിന്റെ തുടർച്ചയായി ചോദ്യം ചോദിക്കുന്നതിനിടെയാണ് സുരേഷ് ഗോപി ക്ഷുഭിതനായത്. എന്റെ വഴി എന്റെ അവകാശമാണെന്നും തനിക്ക് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നും പറഞ്ഞ സുരേഷ് ഗോപി വാഹനത്തിൽ കയറി പോവുകയായിരുന്നു. എന്റെ വഴി എന്റെ അവകാശമാണ്. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പ്രവാസി യുവാവിന്റെ മുങ്ങിമരണം നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് SYS പ്രതിഷേധ ധർണ നടത്തി. കുണ്ടായി നായാട്ടുകുണ്ട് കാരിക്കടവ് പുഴയിൽ മുങ്ങിമരിച്ച വലിയകത്ത് വീട്ടിൽ കുഞ്ഞു മുഹമ്മദ് മകൻ നസീബിന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഹാരിസൺ മലയാളം കുണ്ടായി ഓഫീസിലേക്ക് SYS മറ്റത്തൂർ സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി. തോട്ടത്തിൽ നിന്ന് തടികൾ മുറിച്ചു മാറ്റുമ്പോൾ കൊണ്ടുപോകുവാൻ ഹാരിസൺ കമ്പനി പുഴയിൽ പാറക്കല്ലുകൾ കൊണ്ട് നടപ്പാത ഉണ്ടാക്കിയിരുന്നു. ഇതിനിടയിലൂടെ വെള്ളം ഒഴുകാൻ 2 സിമന്റ് കുഴലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അവ പുഴയുടെ ഉള്ളിലായതിനാൽ പുറത്തേക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. അടിയൊഴുക്കിൽപ്പെട്ട് പ്രസ്തുത കുഴലിനകത്ത് അകപ്പെട്ടാണ് നസീബ് മരണപ്പെട്ടത്. അനധികൃതമായി നിർമ്മിച്ച പാലം ആവശ്യം കഴിഞ്ഞിട്ടും 2 വർഷമായി പൊളിച്ചു മാറ്റാതിരുന്ന നിരുത്തരവാദ സമീപനത്തിന്റെ ഇരയായി മാറുകയായിരുന്നു നസീബ്. 2 കുടുംബത്തിന്റെ അത്താണിയാണ് നസീബിന്റെ ദാരുണ മരണത്തോടെ നഷ്ടപ്പെട്ടതെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് SYS ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ എറിയാട് പറഞ്ഞു. തൃശൂർ സോൺ പ്രസിഡന്റ് അഷ്റഫ് സയീദി അധ്യക്ഷത വഹിച്ചു. സദറുദ്ദീൻ കോടാലി, ഷെഫീഖ് സഖാഫി, ഷിഹാബ് സഖാഫി, അനീസ് ഹസൻ, റഷീദ് പാന്തോടി,
ഹബീബ് സഖാഫി, അബൂബക്കർ ചൊക്കന, സുഫിയാൻ കോടാലി തുടങ്ങി മുസ്ലിം ജമാഅത്ത്, SYS, SSF നേതാക്കൾ നേതൃത്വം നൽകി. സോൺ ജനറൽ സെക്രട്ടറി അഫ്സൽ മാമ്പ്ര സ്വാഗതവും സർക്കിൾ പ്രസിഡന്റ് ഷെരീഫ് പത്തുകുളങ്ങര നന്ദിയും പറഞ്ഞു. സംവിധാനിച്ചപ്പോ സാധാരണഗതിയിൽ അത് കഴിഞ്ഞ ഉടനെ ആ തടയണം പൊളിച്ചു മാറ്റി അവർ സുഗമമായി വെള്ളം ഒഴുകുന്നതിനുള്ള ഒരു സംവിധാനം ചെയ്യാറ് പതിവാണ്. പക്ഷേ 2 വർഷമായി ഈ തടയണം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിനു മുമ്പ് നിരവധി ആളുകൾ അവിടെ കുടുങ്ങി അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് മരണത്തിൽ എത്തിപ്പെടാതെ രക്ഷപ്പെട്ട അനുഭവങ്ങൾ പലരും പറയുകയുണ്ടായി. +2 SSLC വിദ്യാഭ്യാസ കായിക ഇനങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മോതിരക്കണ്ണി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 2023-24 +2 SSLC വിദ്യാഭ്യാസ കായിക ഇനങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ, മോതിരക്കണ്ണിയുടെ അഭിമാനമായവർ എന്നിവരെ ഇന്ന് രാവിലെ ശാന്തി ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു. പ്രസ്തുത യോഗം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ലിജി റാഫി കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. യോഗത്തിൽ 73-ാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് സോണി വർഗീസ് കല്ലുപാലത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി മാസ്റ്റർ, ബ്ലോക്ക് മെമ്പർമാരായ CV ആന്റണി, PP പോളി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 74-ാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് ബേബി പാനികുളം സ്വാഗതം ആശംസിച്ചു. വാർഡ് പ്രസിഡന്റ് PG ഗോപാലകൃഷ്ണൻ നന്ദി പറഞ്ഞു. ആമ്പല്ലൂർ ദേശീയപാതയിൽ മണലി പാലത്തിന് സമീപം നിർത്തിയിട്ട മിനി ലോറിക്ക് പിറകിൽ ടോറസ് ഇടിച്ച് അപകടം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വൈക്കോൽ കയറ്റിയ മിനി ലോറിക്ക് പിറകിൽ കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറി ഇടിച്ചായിരുന്നു അപകടം. ദേശീയപാതയിൽ 1.5 മണിക്കൂറോളം ഗതാഗതക്കുരുക്കുണ്ടായി. ചൊവ്വാഴ്ച രാവിലെ 6:30-നായിരുന്നു അപകടം. ടോറസ് ലോറി ദേശീയപാതയ്ക്ക് കുറുകെ കിടന്നതോടെ ചാലക്കുടി ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ടോറസ് ലോറിയുടെ ഓയിൽ ചോർന്ന് റോഡിലേക്ക് പടർന്നത് ആശങ്കയ്ക്കിടയാക്കി. ടോറസ് ലോറി ക്രെയിൻ ഉപയോഗിച്ചാണ് മാറ്റിയത്. അപകടത്തിൽ റോഡരികിലെ വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞിരുന്നു. പുതുക്കാട് അഗ്നിരക്ഷാസേനയെത്തി റോഡിൽ നിന്നും ഓയിൽ നീക്കം ചെയ്തു. 1.5 മണിക്കൂറിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അപകടത്തെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. കാർമൽ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി സ്മാരക സ്നേഹഭവനം സമർപ്പിച്ചു. സരിതയ്ക്ക് യാഥാർത്ഥ്യമായത് സ്വപ്നം കണ്ടതിനപ്പുറമുള്ള ഭവനം. വിദ്യാർത്ഥികൾ സ്വരുക്കൂട്ടിയ ചില്ലറ തുട്ടുകളും വിശേഷ ദിവസങ്ങളിലെ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച തുകയും ഉപയോഗിച്ച് ചാലക്കുടി കാർമൽ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയുടെ ഓർമ്മയ്ക്കായി സ്കൂളിലെ ജീവനക്കാരി കൂടിയായ സരിതയ്ക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനം ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സമർപ്പിച്ചു. നഗരസഭ വാർഷിക പദ്ധതിയിലെ ധനസഹായത്തോടെയും സ്കൂളിലെ അധ്യാപികയുടെ സഹകരണത്തോടെയും വിജയരാഘവപുരത്ത് വാങ്ങിയ 3 സെന്റ് സ്ഥലത്താണ് വിദ്യാലയത്തിലെ NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ മറ്റ് വിദ്യാർത്ഥികളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ 860 സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. VR പുരം സ്വദേശിയും വിധവയും 2 മക്കളുടെ അമ്മയും നിർധന കുടുംബത്തിലെ അത്താണിയുമായ സരിത സന്ദീപ് കാർമൽ സ്കൂളിലെ ശുചീകരണ ജീവനക്കാരിയാണ്. കാശ് കുടുക്കയിൽ സൂക്ഷിച്ച ചില്ലറ തുട്ടുകളും ബർത്ത്ഡേ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കി ശേഖരിച്ച പണവും ക്രിസ്തുമസ് സമ്മാനത്തുകയും ഉൾപ്പെടെ ഈ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിനായി വിദ്യാർത്ഥികൾ ഉപയോഗിച്ചു. പ്രിൻസിപ്പാൾ ഫാദർ ജോസ് താണിക്കലിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നതോടെ ഗോൾഡൻ ജൂബിലി സ്മാരക സ്നേഹഭവനം 8 മാസം കൊണ്ട് മനോഹരമായി പൂർത്തിയാക്കാനായി. കുടുംബശ്രീയുടെ സജീവ പ്രവർത്തക കൂടിയായ സരിത സന്ദീപിന് വിദ്യാർത്ഥികളുടെയും കാർമൽ കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA സ്നേഹഭവനം സമർപ്പിച്ചു. പള്ളിക്കുന്ന് പാലപ്പിള്ളി റോഡ് തകർന്നു.
അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല. പള്ളിക്കുന്ന് മുതൽ വരന്തരപ്പിള്ളി വരെ റോഡ് തകർന്നത് മൂലം വിദ്യാർത്ഥികളും വാഹനയാത്രക്കാരും ദുരിതമനുഭവിക്കുന്നു. 5 സ്കൂളുകളുള്ള ഈ റോഡിലൂടെ നിരവധി സ്കൂൾ ബസ്സുകളും നിരവധി പ്രൈവറ്റ് ബസ്സുകളും ഓടുന്ന തിരക്ക് പിടിച്ച റോഡാണ് കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നിരിക്കുന്നത്. പള്ളിക്കുന്ന് മുതൽ പാലപ്പിള്ളി വരെ ടാറിംഗ് ചെയ്ത റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും കിഫ്ബിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല. റോഡിലെ കുഴികൾ താൽക്കാലികമായെങ്കിലും അടച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പീച്ചി ഡാം തുറന്നുവിട്ടതിനെ തുടർന്ന് നെന്മണിക്കര, ആമ്പല്ലൂർ, തൃക്കൂർ, പുതുക്കാട് പഞ്ചായത്തുകളിലുണ്ടായ പ്രളയം ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നെന്മണിക്കര സ്വരാജ് ദർശനവേദി പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പുലക്കാട്ടുകര, എറവക്കാട്, ഓടഞ്ചിറ റെഗുലേറ്ററുകളിൽ മരങ്ങളും മറ്റ് മാലിന്യങ്ങളും അടിഞ്ഞുകൂടി മണലിപ്പുഴ ഗതിമാറി ഒഴുകിയതാണ് നെന്മണിക്കര പഞ്ചായത്തിലെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2018 മുതൽ ഈ പ്രദേശം പ്രളയ ഭീഷണിയിലാണ്. പ്രദേശവാസികളായ കർഷകർ, വ്യാപാരി, വ്യവസായികൾ എന്നിവർക്ക് കടുത്ത ദുരിതമാണുണ്ടായത്. പീച്ചി ഡാമിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് സംഭരണശേഷി വർദ്ധിപ്പിക്കുക, സുരക്ഷിതമായ അളവിൽ മാത്രം വെള്ളം സംഭരിക്കുവാൻ അനുവദിക്കുക, മണലി പാലത്തിന്റെ അടിയിലും ഹൈവേയിൽ ടോൾ പ്ലാസയ്ക്ക് സമീപത്തുള്ള പാലത്തിനടിയിലുള്ള തടസ്സങ്ങളും നീക്കണമെന്നും സ്വരാജ് ദർശൻ വേദി പ്രസിഡന്റ് സുരേഷ് കുണ്ടേപ്പറമ്പിൽ, സെക്രട്ടറി ജോൺസൺ ആലപ്പാട്ട്, ജോയിന്റ് സെക്രട്ടറി ജയനാഥൻ പൊട്ടയിൽ, ട്രഷറർ അലക്സാണ്ടർ തട്ടിൽ കുപ്പയിൽ എന്നിവർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ 2024 അതേ അനുഭവമാണ്. അതിന് അവിടുത്തെ താമസക്കാർ, നെന്മണിക്കര പഞ്ചായത്ത്, തൃക്കൂർ പഞ്ചായത്ത്, അളഗപ്പ, പുതുക്കാട്, ഇതിനൊക്കെ അപ്പുറത്ത് പല മേഖലകളിലും ഈ വെള്ളം ഇടുന്നത് കൊണ്ടുള്ള പ്രതിസന്ധി രൂക്ഷമാണ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ മഠം ചെക്ക് ഡാം റോഡ് ഉദ്ഘാടനം ചെയ്തു. 2022-23 സാമ്പത്തിക വർഷത്തെ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 8.4 ലക്ഷം രൂപ ചെലവിൽ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ നിർമ്മിച്ച മഠം ചെക്ക് ഡാം റോഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ് സ്വാഗതം ആശംസിച്ചു. പ്രശസ്ത എഴുത്തുകാരി സന്ധ്യ ധർമ്മനെ മട്ടത്തൂരിലെ വീട്ടിലെത്തി അനുമോദിച്ചു. ഈ ഭൂമികയിലൂടെ കഥാസമാഹാരം രചിച്ച് ശ്രദ്ധ നേടിയ എഴുത്തുകാരി മട്ടത്തൂർ അവിട്ടപ്പള്ളി സ്വദേശി സന്ധ്യ ധർമ്മനെ വീട്ടിലെത്തി പുതുക്കാട് MLA അനുമോദിച്ചു. കഥാസമാഹാരത്തിലൂടെ ലഭിച്ച തുകയിൽ നിന്നും 5001 രൂപ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. തുക KK രാമചന്ദ്രൻ MLA ഏറ്റുവാങ്ങി. മട്ടത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോടാലി വെള്ളിക്കുളങ്ങര റോഡ് സഞ്ചാരയോഗ്യമാക്കുക, തെരുവുനായ ശല്യം അവസാനിപ്പിക്കുക, ക്രെമറ്റോറിയം തുറന്നു കൊടുക്കുക, പഞ്ചായത്തിലെ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മട്ടത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടംകണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലോപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. രഞ്ജിത്ത് കൈപ്പിള്ളി, AM ബിജു, CH സാദത്ത്, സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, ശിവരാമൻ പോതിയിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, KS സൂരജ്, ഷൈനി ബാബു, ശാലിനി ജോയ്, പോൾ പുല്ലോക്കാരൻ, നൈജോ ആന്റോ, ഷീല വിപിനചന്ദ്രൻ, സന്തോഷ് കൊള്ളിവളപ്പിൽ, ലിനോ മൈക്കിൾ തുടങ്ങിയവർ പ്രസംഗിച്ചു.
അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ പങ്കെടുത്തിരുന്നു. അവർ പറഞ്ഞത് 15 ദിവസത്തിനകം ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങും എന്നാണ്. എങ്ങനെ കയ്യിട്ട് മാറാം, എങ്ങനെ കക്കാം, എങ്ങനെ പൊതുമുതൽ കൊറ ചെയ്യാം എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ തെറ്റ് പറയില്ല. നിങ്ങൾ മുമ്പേ ഗമിക്കുന്ന ഗോമുതൽ പിമ്പേ ഗമിക്കുന്ന ബഹുഗോക്കൾ എന്ന് പറഞ്ഞ ആ രീതിയിലാണ് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരും ഇടതുപക്ഷ നേതാക്കളും മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ഇന്നുച്ചയോടെ 1:20 അപകടം. ക്ഷുഭിതനായി സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകനെ തട്ടിമാറ്റി. പ്രവാസി യുവാവിന്റെ മുങ്ങിമരണം നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് SYS പ്രതിഷേധ ധർണ നടത്തി. +2 SSLC വിദ്യാഭ്യാസ കായിക ഇനങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു. ആമ്പല്ലൂർ ദേശീയപാതയിൽ മണലി പാലത്തിന് സമീപം നിർത്തിയിട്ട മിനി ലോറിക്ക് പിറകിൽ ടോറസ് ഇടിച്ച് അപകടം. കാർമൽ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി സ്മാരക സ്നേഹഭവനം സമർപ്പിച്ചു. പള്ളിക്കുന്ന് പാലപ്പിള്ളി റോഡ് തകർന്നു. അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.